നീയും എവിടെ ബെഡിനകത്ത് കിടന്നുകൊണ്ട് ഒരു പെണ്ണും ചെക്കനും കാണിക്കാൻ പോകുന്ന കാര്യം നിങ്ങൾ കാണിച്ചത്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നും സംസാരിക്കാനുള്ള ബിഗ് ബോസിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളാണ്, വേറെ വിഷയമൊന്നുമല്ല. ബിഗ് ബോസിലെ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് കാണുന്നവരെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ലൈവ് ആക്ച്വലി കാണുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുമോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. എന്നിരുന്നാലും ഇന്നത്തെ ദിവസം, അതായത് ഞായറാഴ്ച നമ്മൾ ലൈവിൽ നടന്നിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളും, അതുപോലെ തന്നെ ശനിയാഴ്ചത്തെ എപ്പിസോഡ്, അതായത് ശനിയാഴ്ച ലാലേട്ടൻ വന്നപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ. അദ്ദേഹം ബിഗ് ബോസിൽ നേരിട്ട് വന്നില്ല, അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് അവരെ മീറ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അന്നേരം ലാലേട്ടൻ പറഞ്ഞിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞത്, അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ബിഗ് ബോസിൽ ഇപ്പൊ ഭയങ്കര വിഷയമായിട്ട് കൊണ്ടിരിക്കുകയാണ്. കാരണം ലൈവ് കാണുന്നവർക്കറിയാം. വേറെ ഒന്ന് പറയുന്നത് നമ്മുടെ അനുമോൾ ജിസേൽ വിഷയമാണ്. വന്നപ്പോ തന്നെ എത്ര എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞു എന്ന് മനസ്സിലാവുന്നില്ല. ലാലേട്ടൻ ഇന്ന് ആ ശനിയാഴ്ച വന്ന എപ്പിസോഡിൽ ആക്ച്വലി ലാലേട്ടൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അതായത് ആ വീഡിയോ തുറക്കുമ്പോൾ ആൾക്കാരെ നോക്കാൻ പോലും ലാലേട്ടൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാനിനി അങ്ങോട്ട് വരണോ എന്നൊക്കെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. അതുപോലെ അദ്ദേഹം വളരെ വികാരഭരിതനായിട്ട്, വളരെ ക്ഷുഭിതനായിട്ടിരിക്കുന്നു ലാലേട്ടൻ. ആക്ച്വലി ഞാൻ ഇതിനു മുമ്പ് 2 സീസൺ കണ്ടിന്യൂലി കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല പല പ്രകോപിതനായിട്ടുള്ള, അതായത് ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ പോലും ജാസ്മിൻ ഗബ്രി അവരുടെയൊക്കെ കാര്യത്തിൽ പോലും ഇങ്ങനെ ലാലേട്ടൻ ഇരുന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ അദ്ദേഹം വളരെ വികാരഭരിതനായിട്ടുള്ള ലാലേട്ടനെയാണ് ഞാൻ ആക്ച്വലി ഈ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ കണ്ടത്. അത് വേറെ ആദ്യം തന്നെ ജിസേലിനെയും അനുമോളെയും എലിമിനേറ്റ് ചെയ്ത് നിർത്തുന്നു. അതായത് അവരുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തൊട്ടേ ജിസേലിന്റെ പുറകെ അനുമോൾ ഇങ്ങനെ സ്റ്റേഡിയപ്പോൾ നടക്കുകയാണ്. അത് ഒരു തവണ ലാലേട്ടനെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. കാരണം ആരും പറയാത്ത കാര്യം അനുമോൾ മുന്നോട്ട് വന്ന് പറയുന്നു എന്നുള്ള കാര്യം, ജിസേല് ബിഗ് ബോസിന്റെ റൂള് ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം. അങ്ങനെ അത് രണ്ടും പിടിച്ചു നിർത്തുന്നു. അവരുടെ കാര്യം ഭയങ്കര കണ്ട, ലിവിംഗ് ഏരിയയിലടി, കിച്ചണിലടി, ഭക്ഷണം വെക്കുന്നിടത്തടി, ബാത്റൂമിലടി, അല്ലാത്തടത്തടി, എല്ലായിടത്തും ഇവര് തമ്മിൽ എവിടെ കണ്ടാലും അവിടെ തന്നെ അടിയാ. എന്നിട്ട് അവസാനം ലാലേട്ടൻ ഒരു പോംവഴി കണ്ടെത്തി രണ്ടിനെയും കൂടെ പറഞ്ഞ് ജയിലിലോട്ട് അങ്ങ് വിട്ട്. ഈ ജയിലിൽ ചെന്നപ്പോൾ എന്താണ്, ആക്ച്വലി വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടുപേരുടെ സംസാരിച്ച കാര്യം കഴിഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിച്ചു അനുമോളും ജിസേലും വളരെ ഭംഗിയോടെ തന്നെ മുന്നോട്ട് പോകും. ഓക്കെ, കാര്യം കഴിഞ്ഞു എന്ന് വിചാരിച്ചു. കാരണം ഒരു ദിവസമല്ല, കുറച്ച് ദിവസങ്ങൾ കൂടി എനിക്ക് തോന്നുന്നു ഇവർ ജയിലിൽ കിടക്കണമെന്ന് തോന്നുന്നു. കാരണം അത്രയ്ക്ക് വിഷയമാണ് ഇവരുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അനുമോളുടെ വിഷയം എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, അനുമോൾ പല ടാർഗറ്റ് ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ ഈ വിഷയം പ്രധാനമായിട്ട് അനുമോൾ ജിസേൽ വിഷയം തന്നെയാണ്. അതിനുശേഷം ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഒരു ക്ലിപ്പ് ഞാൻ ഇങ്ങോട്ട് വെക്കാം. അനുമോളും അതുപോലെ തന്നെ കുറെ പേര്, അപ്പാനി ശരത്ത്, അഭിഷേക്, ആദില, അങ്ങനെ കുറെ പേര് ചേരുന്ന ഒരു ഗ്രൂപ്പ് അവിടെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഭവം അവസാനിച്ചുകൊണ്ടാണ് ഇന്നലത്തെ എപ്പിസോഡ്, അല്ലെങ്കിൽ ശനിയാഴ്ചത്തെ എപ്പിസോഡ് അവസാനിക്കുക, അല്ല സോറി ഞായറാഴ്ചത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അത് ഞാൻ ആ ക്ലിപ്പ് ഞാൻ ഇങ്ങോട്ട് വെക്കാം. 2-3 ദിവസമായിട്ട് ഒരുമിച്ചാണ് പരിപാടിയൊക്കെ നാട്ടുകാരൊക്കെ പിന്നെ ആക്ച്വലി അവർ ഈ ഒരു കാര്യമാണ് ഇതിൽ സംസാരിക്കുന്നത്. അതായത് ജിസേൽ ആര്യൻ വിഷയം നമുക്കറിയാം. ഇതിനു മുമ്പ് 2 ദിവസം മുമ്പ് നമ്മുടെ അനുമോളുടെ ഒരു ഷവർ കിറ്റ് കാണുന്നില്ല എന്ന് പറഞ്ഞ അനുമോൾ രാത്രി ഒരു 2:30 സമയത്ത്, അങ്ങനെയാണ് സമയം അത് കാണിക്കുന്നത്, അത് കണ്ടില്ല എന്ന് പറഞ്ഞ അനുമോൾ തിരക്കി നടക്കുന്നതായിട്ടും, പെട്ടെന്ന് അനുമോൾ ആര്യന്റെ അടുത്തും ജിസേലിന്റെ അടുത്തും അവർ കിടക്കുന്നിടത്തോട് ചെല്ലുമ്പോൾ പെട്ടെന്നൊരു ഇത് കണ്ടിട്ട് ഇങ്ങനെ ഉൾവലിയുന്ന പോലെ സംഭവം. ആക്ച്വലി അത് അന്നേരം നമുക്ക് എത്ര പേർക്ക് അത് ക്ലിക്ക് ആയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ചെറിയ സംശയത്തോടെ അനുമോൾ അതിനെ കാണുകയും അത് ഇവരുമായിട്ട് ചർച്ച ചെയ്യുന്നതായിട്ട് നമ്മൾ ഈ കാണുന്നത്. അതായത് നമുക്കറിയാം ഇന്നലെ തന്നെ വൈൽഡ് കാർഡ് എൻട്രി കയറിയിട്ടുണ്ടായിരുന്നു. അതിലെ മസ്താനി ആണെങ്കിൽ പ്രധാനമായിട്ടും ഈ ഒരു കാര്യം മുന്നോട്ട് പറയുന്നുണ്ട്, വെളിയിൽ ഇത് ഭയങ്കര ചർച്ചയാണെന്നുള്ള ഒരു വിഷയത്തില്. അങ്ങനെ എന്തൊക്കെയാണെന്ന് ഞാൻ ആ ക്ലിപ്പ് കൂടി ഇങ്ങോട്ട് വെക്കാം. നമ്മൾ ഈ ക്ലിപ്പ് കാണുമ്പം ആക്ച്വലി നമ്മൾ ഇപ്പം അവിടെ സംഭവിച്ചേക്കുന്ന ആ വിഷയം, അതായത് ആര്യൻ ജിസേൽ വിഷയം, ആ വിഷയത്തില് അനുമോള് ലൈവില് അത് മുന്നോട്ട് പറഞ്ഞു. അതായത് ഒരുപാട് പേര് ഇത് അറിയാം, പക്ഷെ അനുമോള് മാത്രമാണ് ഇത് മുന്നോട്ട് പറഞ്ഞേക്കുന്നത്. ഇതിൽ അനുമോളിന് വരുന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം. എന്നിരുന്നാലും ഞാൻ ആ ക്ലിപ്പ് ഇങ്ങോട്ട് വെച്ചിട്ട് ബാക്കി സംസാരിക്കാം. പുലർച്ചെ 2:05 ആക്ച്വലി ഈ ഒരു ക്ലിപ്പ് കാണുമ്പോൾ നമുക്ക് ഈ ഒരു വിഷയം ഇന്നത്തെ ദിവസം ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം നമ്മൾ ഈ ക്ലിപ്പ് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിൽ എന്തെങ്കിലും ഒരു പന്തികേട് ഉണ്ടോ എന്നുള്ളത്. ചില ആൾക്കാർ അതിന് അടി വന്ന് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇവര് തമ്മിൽ എന്തോ ഒരു തെറ്റായ രീതിയിലുള്ള വഴിവിട്ട ഒരു രീതിയിൽ ആണല്ലോ എന്നുള്ള രീതിയിൽ. അപ്പം ഈ ഒരു കാര്യമാണ് അനുമോള് ഇന്ന് ലൈവിൽ വന്നത് ചോദിക്കുകയും പറയുകയും ചെയ്തത്. അതിന് ആര്യൻ വളരെ പ്രകോപിതനായിട്ട് അനുമോളെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ അത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കണ്ടതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നത്.
അപ്പൊ എനിക്കിത് പറയാനായിട്ടുള്ളത് എന്തുപോലെ ലാലേട്ടൻ അനുമോളെയും ജിസേലിനെയും ഒരു നിർണായകമായ ഒരു രീതിയിൽ, കാരണം അവരിനി മുന്നോട്ട് തുടരുമോ എന്ന രീതിയിൽ തന്നെയാണ് രണ്ടുപേരും കൂടി ജയിലിൽ അയച്ച് ഈ ഒരു കാര്യം മുന്നോട്ട് പറഞ്ഞിട്ടുള്ളത്. അന്നേരം അനുമോൾ വീണ്ടും ഈ ഒരു വിഷയം എടുത്തിട്ടപ്പം CID എന്നുള്ളൊരു പ്രശംസ അനുമോക്ക് ഇനി ലാലേട്ടൻ വരുമ്പോൾ അത് കിട്ടുമോ എന്നുള്ള കാര്യമോ. കാരണം നമുക്കറിയാം ജാസ്മിൻ ഗബ്രി വിഷയത്തിന് മുമ്പ് അത് ആരും പറയാതെ തന്നെ ലാലേട്ടൻ കണ്ടുപിടിച്ചൊരു കാര്യമോ. കാരണം അവർ തമ്മിലുള്ള ഒരു ശരിയല്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും. അന്നേരം എന്താണ് അത് നമുക്കറിയാം 24 hours അവരവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവർക്കറിയാം ആരായാലും വഴിവെട്ട് രീതിയിൽ അല്ലെങ്കിൽ ഏതൊരു രീതിയിൽ ഷോയ്ക്ക് വിപരീതമായ രീതിയിൽ അവിടെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ചോദിക്കാൻ എന്താണെന്ന് ലാലേട്ടനെ ചോദിക്കും. എനിക്കറിയത്തില്ല അനുമോൾക്ക് ഈ ഒരു വിഷയം, അതായത് അനുമോൾ ഇപ്പൊ ജയിലിലാണ്, അനുമോൾ വളരെ വലിയൊരു എന്താണ് നിരീക്ഷണത്തിലാണ്. ആക്ച്വലി നന്നാവാൻ വേണ്ടി ജയിലിൽ പോയിരിക്കുകയാണ്. അവർ തമ്മിലുള്ള വിഷയം ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലാലേട്ടൻ വളരെ ശക്തമായ ഒരു തീരുമാനം അവരുടെ മേൽ എടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. എന്നിട്ട് ഒരാഴ്ച രണ്ടുപേരും നോമിനേഷനിലും ആക്കി ജയിലിലും ആക്കി. എന്നിട്ടാണ് അനുമോൾ വീണ്ടും ഇങ്ങനെ ഒരു ആരോപണം മുന്നോട്ട് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരുപാട് പേർക്ക് അത് അറിയാം, പക്ഷെ അനുമോൾ മാത്രമായി ഇതൊന്നും മുന്നോട്ട് പറഞ്ഞിട്ടുള്ളൂ. എനിക്കറിയത്തില്ല അനുമോൾ തുടരുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. പക്ഷെ ലാലേട്ടൻ വളരെ പ്രകോപിതനായിട്ടാണ് ആ ഒരു ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ പോയിട്ടുള്ളത്. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ അത്രയും പേർക്ക് അവിടെ അറിയാമായിരുന്നിട്ടും മസ്താനി ഉൾപ്പെടെ പല ആൾക്കാരും, മസ്താനി വെളിയിൽ നിന്ന് വന്ന് കണ്ടിട്ടുള്ളതാണ്, അങ്ങനെ മസ്താനിയാണെന്ന് ഈ കാര്യം മുന്നോട്ട് പറയുന്നത്. അത്രയും പേർക്കും അപ്പാനി എന്തുവായിരുന്നു നമ്മുടെ ആദില, അങ്ങനെ കുറച്ചധികം പേര് അവിടെ സംസാരിക്കുന്നുണ്ട്. എല്ലാം ഈ ജിസേലിനോടുള്ള വൈരാഗ്യം കൊണ്ടാന്ന് പറഞ്ഞാൽ അനുമോൾക്കൊന്നും മനസ്സിരിക്കുന്നത് എല്ലാം പൊട്ടിത്തെറിക്കുക. അതിന് അനുമോളുടെ ഭാവി അത് ബാധിക്കൂ എന്നുള്ള കാര്യം ലാലേട്ടൻ വരുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. എന്തൊക്കെയാണ് ബിഗ് ബോസിന്റെ പോക്കെന്ന് പറയുന്നത് ഇനി അറിഞ്ഞൂടാ. ജിസേൽ അനുമോൾ ഇവരുടെ ഈ ഒരു ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള കാര്യം.